ഏവർക്കും നമസ്കാരം. നിങ്ങൾ ഈ പ്രേതങ്ങളെക്കുറിച്ച് വിശദമായിട്ട് ചിന്തിച്ചിട്ടുണ്ടോ? പ്രേതം എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ ഭൂമിയിൽ ജീവിച്ചു മരിച്ച ജീവാത്മാക്കളെ കുറിച്ചാണെന്ന് പ്രത്യേകം പറയേണ്ട കാര്യമില്ലല്ലോ. ഈ നമ്മുടെ നാട്ടിലൊക്കെ പൊതുവെ പ്രേതം എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഈ ജീവാത്മാവെന്ന് പറയാതെ ഞാനും പ്രേതം എന്ന് പറയുന്നത്. ഇതിൻ്റെ ഈ പ്രേതങ്ങളുടെ ഉൽപ്പത്തി എന്നാണ് തുടങ്ങിയത് നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ? എന്തായാലും ഈ ഭൂമിയിൽ ഈശ്വരവിശ്വാസം വരുന്നതിന് മുമ്പേ പ്രേതങ്ങൾ ഉണ്ടാവാനാണ് സാധ്യത. ഒന്നിച്ച് നടന്ന ഒരാൾ പെട്ടെന്ന് ഇല്ലാതാകുന്ന അവസരത്തിൽ ഈ പകച്ചു നിന്ന ആദിമ മനുഷ്യരുടെ മനസ്സുകളിൽ ഈ പ്രേതസങ്കല്പങ്ങൾ ഉയർന്നിട്ടുണ്ടാവണം. മരണം തികച്ചും അജ്ഞാതമാകുമ്പോൾ പെട്ടെന്ന് വിട്ടുപോയി തിരിച്ചു വരുമെന്നും അവർ വിശ്വസിച്ചിട്ടുണ്ടാവണം. ഞാൻ ഇത് പറയാൻ കാരണം ഈ കണ്ടെടുക്കപ്പെട്ട ഏറ്റവും പഴയ മനുഷ്യൻ്റെ അസ്ഥികൂടങ്ങൾക്കൊപ്പം ഈ മരിച്ചവർ ഉപയോഗിച്ചിരുന്ന പല വസ്തുക്കളും നിക്ഷേപിച്ചിരിക്കുന്നത് കണ്ടിട്ടുണ്ട് എന്നതുകൊണ്ടാണ്. ഇത് രേഖപ്പെടുത്തിയുള്ള ചരിത്രമാണ് കേട്ടോ. അന്ന് ഈ സംസ്കരിക്കുമ്പോൾ മരിച്ചവർക്കായിട്ട് ആഹാരവും വസ്ത്രവും ഒക്കെ ശവക്കുഴിയിൽ ഒരുക്കി വയ്ക്കുക. അത് ഈ മനുഷ്യവർഗത്തിൻ്റെ പ്രാചീനമായ ആചാരങ്ങളൊന്നായിരുന്നു. ഈ മറ്റൊന്ന്, പ്രേതങ്ങളിൽ വിശ്വസിക്കുന്ന കാലം മുതൽ തന്നെ വിശ്വസിക്കാത്തവരുടെ ചരിത്രവും തുടങ്ങിയിട്ടുണ്ടാകണം. നാണയത്തിന് രണ്ട് വശം എന്ന് പറയുന്നില്ല, എല്ലാത്തിനും രണ്ട് വശങ്ങളുണ്ടല്ലോ. വിശ്വസിക്കുന്നവർ തുടങ്ങി, വിശ്വസിക്കാത്തവരും തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ വിശ്വസിച്ചും ഭയന്നും അവിശ്വസിച്ചും പിന്നെ വിമർശിച്ചും തലമുറകൾ ഒരുപാട് കഴിഞ്ഞെങ്കിലും മനുഷ്യ മനസ്സുകളിൽ നിന്നും പ്രേതവിശ്വാസം തങ്ങി നിൽക്കുന്നുണ്ട്. ഈ ആധുനിക കാലത്ത് നമുക്ക് നിഷേധിക്കാനാവില്ല. ഉയർന്ന വിദ്യാഭ്യാസം, ശാസ്ത്ര വിദ്യയുള്ള അറിവ്, ഉയർന്ന സംസ്കാരം ഒക്കെ നേടിയിട്ടും അങ്ങനെ ഉണ്ടെന്ന് പറയുന്നവരിൽ പോലും ഈ പ്രേതവിശ്വാസം എന്നുണ്ട്. ഭൂമിയിൽ പ്രേതങ്ങൾക്കുള്ള അസ്തിത്വം ഒരു സത്യമാണോ, അത് വെറും സങ്കല്പം മാത്രമാണോ? ആ ചോദ്യത്തിന് ഇന്നും ഉത്തരം കിട്ടിയിട്ടില്ല. ഈ അനുഭവസ്ഥര് സത്യമെന്ന് ഉറപ്പിച്ച് പറയുമ്പോൾ വിശ്വസിക്കാത്തവർക്ക് അത് വെറും കെട്ടുകഥ മാത്രമാണ്. ഈ അടുത്തും കണ്ടും അനുഭവിച്ചും അറിഞ്ഞവർക്ക് അത് നിഷേധിക്കാനാവാത്ത യാഥാർത്ഥ്യമാണ്. ആര് പറയുന്നതാണ് ശരി? ഒന്നുറപ്പാണ്, ഉണ്ടെന്ന് തെളിയിക്കുന്നത് പോലെ തന്നെ വിഷമരം തന്നെയാണ് ഇല്ലെന്ന് തെളിയിക്കാനും. ഈ യുക്തി കൊണ്ട് അളന്നാൽ അന്തിമമായ ഒരു ഉത്തരം കിട്ടാനായിട്ട് പ്രയാസമാണ്. മനുഷ്യൻ്റെ മനസ്സിൻ്റെ അറിവിന് പരിമിതികളുണ്ടല്ലോ. അതുപോലെ ഈ പ്രേതങ്ങളെ അവിചാരിതമായി കണ്ടുമുട്ടിയവർക്കും അവർ സ്വന്തം ആത്മാർത്ഥതയും സത്യസന്ധമായ അനുഭവീകരണവും അല്ലാതെ മറ്റൊരു തെളിവ് നൽകാനും കഴിയില്ല. ഈ പ്രേതങ്ങളുടെ നിലനിൽപ്പിനെ കുറിച്ചുള്ള ചർച്ചകളെല്ലാം ഈ ചോദ്യങ്ങൾക്ക് മുമ്പിലാണ് വഴിവിട്ട് നിൽക്കുന്നത്. ഈ പ്രേതങ്ങളെ കണ്ടു എന്ന് അവകാശപ്പെടുന്നവരെക്കാൾ ഒരിക്കലും കണ്ടിട്ടില്ലാത്തവരാണ് കൂടുതൽ. നേരിട്ട് കണ്ടിട്ടുള്ളവർക്ക് അവരുടെ കണ്ണിൻ്റെ സാധാരണ കാഴ്ച ശക്തിക്ക് അതീതമായിട്ടുള്ള വല്ല സിദ്ധികളും ഉള്ളവരായിരുന്നോ എന്ന് പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും അവരെല്ലാം തികച്ചും സാധാരണക്കാരായിരുന്നു എന്നുള്ളതാണ്. ഈ മാനസികമായ വൈകല്യങ്ങളൊന്നുമില്ലാത്ത സാധാരണ ജീവിതം നയിക്കുന്നവർ, അവരൊക്കെ അന്ധവിശ്വാസികളാണെന്നും മാനസിക രോഗികളാണെന്നും പിന്നെ മതിവിഭ്രാന്തിയാണെന്നും ഒക്കെ പറഞ്ഞ് അടച്ചു മുദ്ര കുത്തുന്ന പ്രവണത യുക്തിസഹമല്ല, യുക്തിക്ക് നിരക്കാത്തത് തന്നെയാണ്. അവരറിഞ്ഞതും കണ്ടതുമൊക്കെ തികച്ചും വ്യാജമാണെന്ന് നമ്മളെങ്ങനെയാണ് വിധി എഴുതുന്നത്? ഈ സത്യാവസ്ഥ എന്തു തന്നെയായാലും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും പ്രേതത്തെക്കുറിച്ച് പേടി തോന്നാത്തവർ, അല്ലെങ്കിൽ ഓർക്കാത്തവർ, സ്വപ്നം കാണാത്തവർ, ഇത് ഇങ്ങനെ ആരും കാണാൻ വഴിയില്ല. ഒരു ഇരുട്ടിൽ നടക്കുമ്പോൾ, അല്ലെങ്കിൽ വ്യക്തതയില്ലാത്തൊരു രൂപം കാണുമ്പോൾ, രാത്രി തനിച്ച് നടക്കുമ്പോൾ, വീട്ടിൽ രാത്രി ഒറ്റക്ക് കിടക്കുമ്പോൾ, പിന്നിൽ ആരോ നടക്കുന്ന പോലെ കൊച്ചു കേൾക്കുമ്പോൾ തുടങ്ങി നിരവധി അവസരങ്ങളിൽ പ്രേതഭയം നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്താറുണ്ട്. ഈ ഉപബോധ മനസ്സുകളിൽ ഉറങ്ങിക്കിടക്കുന്ന നമ്മളെ സിനിമയിലും കഥകളിലൊക്കെ നമ്മൾ കണ്ടിട്ടും കേട്ടിട്ടുമുള്ള ഈ പ്രേതഭയം അത് മനസ്സിലേക്ക് ഓടിയെത്തും. നമ്മുടെ മുത്തശ്ശിമാരൊക്കെ നമ്മൾ പറഞ്ഞും കേൾപ്പിച്ചിട്ടുണ്ട് അത്തരം കഥകൾ, വായിച്ചിട്ടുമുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ 99% വിഷയത്തിലും നമുക്ക് തോന്നുന്ന ഒരു ഭയം മാത്രമാണ് ഉറപ്പിച്ചു പറയാൻ പറ്റൂട്ടാ.
അല്പം മനക്കരുത്തുണ്ടെങ്കിൽ സൂക്ഷ്മ നിരീക്ഷണം നടത്തിയാൽ നമുക്ക് മനസ്സിലാവും. ചിലപ്പോൾ ഈ രാത്രി വാഴയില അനക്കമോ പൂച്ചോടിയതാ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കുള്ളൂ. ഈ അതേസമയം തന്നെ അറിയപ്പെട്ട പല പ്രേതദർശനം കഥ ഇതല്ല കേട്ടാ. അവർ പ്രേതത്തെ നേരിട്ട് തന്നെ കാണുന്നു. അത് വ്യക്തമോ അവ്യക്തമോ ആയിട്ടുള്ള കാഴ്ചകൾ. ഈ വളരെ അടുത്ത് തന്നെ കാണുന്നവരുമുണ്ട്, കണ്ടിട്ടുള്ളവരുമുണ്ട്. അവരുമായിട്ട് ആ പ്രേതങ്ങളുമായിട്ട് അവർ സംസാരിക്കുന്നു, സന്ദേശങ്ങളും വസ്തുക്കളും കൈമാറുന്നു. അപ്പൊ ഇവയൊന്നും വെറും തോന്നലോ വിഭ്രാന്തിയോ മാത്രമല്ല, ഈ വ്യക്തമായി തിരിച്ചറിയുന്ന അമൂർത്ത രൂപങ്ങളുടെ ഈ അഭൂമിക ദർശനം മാനസിക വൈകല്യം എന്ന് കരുതി എങ്ങനെയാണ് നമുക്ക് തള്ളിക്കളയാനാവുക? ഇല്ല, നമുക്ക് തള്ളിക്കളയാനാവില്ല. മനുഷ്യന് പ്രേതങ്ങളുമായിട്ട് ദീർഘകാല ബന്ധം ഉണ്ടാവാനാണ് സാധ്യത. നമ്മളെ ഒരു കൊച്ചു വയറ്റിലായിരിക്കുമ്പോൾ തന്നെ അതിൻ്റെ അമ്മക്ക് പ്രേതഭീതി ഉണ്ടാകാൻ സാധാരണമാണ്. അത് ഈ ഗർഭിണികളെയും ഭ്രൂണങ്ങളെയും പ്രേതങ്ങളെയൊക്കെ ബന്ധപ്പെടുത്തിയുള്ള അനേകം കഥകൾ നേരത്തെ തന്നെ ഈ അമ്മ പലപ്പോഴായിട്ട് കേട്ടിട്ടുണ്ടാവും, വായിച്ചിട്ടുണ്ടാവും, സിനിമയിൽ കണ്ടത്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉള്ളിൽ കിടക്കുന്നുണ്ടല്ലോ. അതുകൂടാതെ ചില പക്ഷികളുടെ ശബ്ദം, പട്ടിയുടെ മോങ്ങലി, ഇതൊക്കെ പ്രേതങ്ങളുടെ വരവിൻ്റെ സൂചനകളാണ് പലരും വിശ്വസിക്കുന്നുണ്ട്. നമ്മുടെ പുരാണങ്ങളും ഐതിഹ്യങ്ങളും മതങ്ങളും സിനിമകളും മാസികകളും ഒക്കെ ഈ മനസ്സിനുള്ളിൽ പാകിയിട്ടുള്ള വിത്തുകൾക്ക്, പ്രേതത്തിൻ്റെ വിത്തുകൾക്ക് കയ്യും കണക്കൂല. അതുകൂടാതെ ഈ പ്രേതബാധയുള്ള വീടുകളും വൃക്ഷങ്ങളും ഇല്ലാത്ത ഏതെങ്കിലും സ്ഥലം ഭൂമിയിൽ ഉണ്ടാവാൻ തോന്നുന്നുള്ള മിക്കവാറും ഇത്തരം ഏതെങ്കിലും ഒരു വീടാ, അല്ലെങ്കിൽ നമ്മൾ ഈ ആത്മഹത്യ കൊലപാതകങ്ങൾ നടന്ന സ്ഥലങ്ങൾ, വീടുകൾ, റോഡുകൾ ഒക്കെ കുറേ കാലത്തേക്കെങ്കിലും പ്രേതബാധ ഉണ്ടായിരിക്കുമെന്ന വിശ്വാസം ഇനി പൂർണ്ണമായിട്ടും മാറിയിട്ടില്ല. ഈ ഭൂമിയിൽ മനുഷ്യനുള്ള കാലത്തോളം ഈ പ്രേതവിശ്വാസവും അവൻ്റെ കൂടെ ഉണ്ടാകും. കാരണം ഈ മരണം എന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു പ്രപഞ്ച സത്യമാണല്ലോ. ഇനി ജീവിച്ചിരിക്കുന്ന ഒരാളിലേക്ക് ഈ പ്രവേശിച്ച് അയാളുടെ ഇന്ദ്രിയങ്ങൾ ഉപയോഗിച്ച് ഒന്നിന് പറയുക മറ്റൊന്നായിട്ട് ഒന്നിലധികം ഊർജ്ജ രൂപങ്ങൾക്ക് നമ്മളോട് സംവേദിക്കാനാകുമോ? ഊർജ്ജരൂപം അല്ലെ ഊർജ്ജതരംഗം എന്ന് പറയുന്നത് ഭൂമിയിൽ ജീവിച്ച് മരിച്ചവരെന്ന് തന്നെയാണ് കേട്ടോ പ്രേതം. ഞാൻ നിങ്ങളെ ഒരു 31 വർഷം പുറകിലത്തെ ഒരു സംഭവത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകണേണ്. പറയാൻ പോകുന്നത് കഥയില്ല കേട്ടോ, നടന്ന സംഭവമാണ്. 1991 ജനുവരി മാസം പകുതി കഴിഞ്ഞിട്ടുള്ള ഒരു ദിവസം, ഒരു അച്ഛനും അമ്മയും 2 മക്കളോടങ്ങുന്ന ഒരു കുടുംബമാണ്. രാത്രി ഏതാണ്ട് ഒരു 9 മണിയായിക്കാണ്. ഇവർ 4 പേരും കൂടി TV കണ്ടുകൊണ്ടിരിക്കണായിരുന്നു. അപ്പോൾ അമ്മ നിലത്താണ് ഇരുന്നിരുന്നത്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ അമ്മ പതുക്കെ അങ്ങോട്ട് ചരിഞ്ഞ് വീഴാനാണ്. അപ്പോൾ അച്ഛൻ പെട്ടെന്ന് വന്നിട്ട് അമ്മയുടെ തല എടുത്തിട്ട് തൻ്റെ മടിയിലേക്ക് വെച്ചിട്ട് കുലുക്കി വിളിക്കുന്നുണ്ട്. പെട്ടെന്നൊന്ന് പരിഭ്രമം. മകനോട് വെള്ളം കൊണ്ടുവരാൻ പറയും. അപ്പം മകളും അടുത്തേക്ക് വന്നു. മകൻ കൊണ്ടുവന്ന് വെള്ളം തളിക്കുന്നതിന് മുമ്പ് തന്നെ അമ്മ പെട്ടെന്ന് ഏങ്ങി കരയണാണ്. നല്ല കരച്ചിൽ. ഈ കരച്ചിൽ അമ്മയുടെ സാധാരണ ശബ്ദത്തിലല്ല, അമ്മ സാധാരണ സംസാരിക്കുന്ന രൂപത്തിലല്ല, അത് വേറൊരു ശബ്ദമാണത്. ഏങ്ങി കരയണാണ്. കരച്ചിൽ നിർത്താനുള്ള. അപ്പോൾ എന്ത് പറ്റിയെന്ന് അച്ഛൻ ചോദിക്കുമ്പോൾ മറുപടി പറയാനുള്ള പിന്നെയും കരഞ്ഞ്. അപ്പോൾ കുലുക്കിയിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് തന്നെ ആ കരച്ചിൽ അങ്ങോട്ട് നിൽക്കണാണ്. ആ കരച്ചിൽ നിന്ന് കഴിഞ്ഞപ്പോൾ വല്ലാത്തൊരു ശബ്ദത്തിൽ ഒരു ഏങ്ങി വലിയായി, വേറൊരു ഭാവത്തിൽ ഏങ്ങി അങ്ങോട്ട് വലിക്കണാണ്. ശ്വാസം മുകളിലേക്ക് എടുത്തിട്ടുള്ള ഒരു വലിക്ക്. അപ്പോൾ ആരാണെന്ന് അച്ഛൻ ചോദിച്ച്. അച്ഛൻ ചോദിച്ചു കഴിഞ്ഞപ്പോൾ അതിന് രണ്ടാമത്തെ വന്ന ആ തരംഗം മറുപടി പറയണതാണ്. അപ്പം അമ്മയുടെ വാഗൊണ്ടാണ് പറയുന്നത്. എനിക്ക് കയറിയിട്ട് പറയണതാണ്, എന്നെ മനസ്സിലായില്ലേ? നേരത്തെ വന്നത് അവളുടെ അച്ഛനാണ്. തൻ്റെ മകളുടെ അവസ്ഥ കണ്ട് വന്നാണ്. ഇത് രണ്ടാമത് വന്ന പിന്നെയും പറയണാണ്, ഞാനെന്ത് ചെയ്യാനാണ്, എനിക്കൊന്നും ചെയ്യാനാവില്ല, ഇങ്ങനെ പറഞ്ഞു. പിന്നെ ഏങ്ങി വലിക്കുന്നു. ഈ രണ്ടാമത് വന്നത് അച്ഛനെ രണ്ടാമത് വന്നത് ആ അച്ഛൻ്റെ പെങ്ങളുടെ
ഭർത്താവിൻ്റെ കുടുംബക്ഷേത്രത്തിൽ ഒരു മുത്തപ്പനായിരുന്നു. അഥവാ അദ്ദേഹം അത് മുമ്പ് കേട്ടിട്ടുണ്ടായിരുന്നു. അവിടെ പോയി ആ ശബ്ദത്തിൽ ആ മുത്തപ്പൻ വരുന്നത്. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ അതിൽ നിന്ന് അമ്മ പതുക്കെ ഉറക്കത്തിലേക്ക് പോയി. ഇത് കഴിഞ്ഞ് 2 മാസം 1991 ഏപ്രിൽ 7 ഞായറാഴ്ച ആ അമ്മയുടെ ആത്മാവ് ഭൗതിക ശരീരം വെടിഞ്ഞ് ദേഹത്തെ വിട്ട് ദേഹയാത്രയായി. ഇതെങ്ങനെയാണ് നമുക്ക് വിശദീകരിക്കാനാവുക? ഈ 2007 മാർച്ച് മാസത്തിൽ ഞാൻ എഴുതിയ ഒരു ചെറിയ പുസ്തകമുണ്ട്, ഗണേശ സങ്കല്പ രഹസ്യം എന്നാണ് എൻ്റെ പേര്. ആ പുസ്തകം സമർപ്പിച്ചത് അമ്മക്കായിരുന്നു. ഈ സമർപ്പണത്തിൽ ജീവിച്ച് കൊതിതീരുന്നതിന് മുമ്പ് വിട പറഞ്ഞ എൻ്റെ അമ്മയ്ക്ക് എന്നാണ് ഞാൻ എഴുതിയത്. ഈ കാരണം കേവലം 41-ാമത്തെ വയസ്സിൽ വിട്ടുപിരിഞ്ഞ അമ്മ എൻ്റെ അമ്മയായിരുന്നു.